ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ഇവയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു തിയറിയാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. BA, MA ഇക്കണോമിക്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും BCom, MCom, BBA എന്നീ സബ്ജക്ട്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ തിയറീസിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഈ തിയറി ബേസിക് ഓഫ് ഫോറിൻ ട്രേഡ് എന്നറിയപ്പെടുന്നു. വിദേശ വ്യാപാരത്തിന്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് അറിയപ്പെടുന്നു. ഈ തിയറി മലയാളത്തിൽ സമ്പൂർണ്ണ ചെലവ് അനുകൂല സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, countries should only produce commodities in which they have an absolute cost advantage. സമ്പൂർണമായും ചെലവ് അനുകൂലമായ സാധനങ്ങളാണ് ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു രാജ്യത്തിന് ഏറ്റവും ചെലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റി ഏതാണോ അതാണ് ആ രാജ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ്. ഇഫ് എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി അറ്റ് ലോവർ കോസ്റ്റ് ദാൻ അനദർ കൺട്രി, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് the country has an absolute cost advantage in the commodity. മറ്റ് രാജ്യങ്ങളെക്കാൾ ചെലവ് കുറവിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിൽ ആ രാജ്യത്തിന് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. സമ്പൂർണമായും ഈ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചിലവ് ഈ രാജ്യത്തിന് അനുകൂലമാണെന്ന് പറയാം. ഇതാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ അടിസ്ഥാനം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ A, B എന്നീ രണ്ട് രാജ്യങ്ങളെ എടുത്തിരിക്കുന്നു. കൺട്രി A ആൻഡ് കൺട്രി B. രണ്ട് രാജ്യങ്ങളും X എന്ന് പറയുന്ന ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, Y എന്ന് പറയുന്ന ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെ ലേബറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. A എന്ന രാജ്യം ഒരു ദിവസം 16 യൂണിറ്റ് X എന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. B എന്ന രാജ്യം ഇതുപോലെ ഒരു ദിവസം 8 യൂണിറ്റ് X പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് X എന്ന് പറയുന്ന ഉൽപ്പന്നം B എന്ന് പറയുന്ന രാജ്യം 8 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് A എന്ന രാജ്യത്തിന് അത് 16 പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കൺട്രി A ഹാസ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ X. X എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ A എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു അനുകൂലമായിട്ടുള്ള ചിലവുണ്ട്. ഇനി Y എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന രാജ്യം ഒരു ദിവസം 8 യൂണിറ്റ് Y എന്ന ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ B എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ ഒരു ദിവസം കൊണ്ട് 16 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, കൺട്രി B ഹാസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ Y. അപ്പോൾ Y എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ചിലവ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് B എന്ന് പറഞ്ഞ രാജ്യത്തിനാണ്. എക്ക് X എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് ചെലവ് അനുകൂലമായിട്ടുണ്ട്. B എന്ന് പറഞ്ഞ രാജ്യത്തിന് Y എന്ന സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സ്മിത്തിൻ്റെ അഭിപ്രായ പ്രകാരം A ഹാസ് ടു സ്പെഷ്യലൈസ് ഇൻ പ്രൊഡക്ഷൻ X, B ഹാസ് ടു സ്പെഷ്യലൈസ് ഇൻ പ്രൊഡക്ഷൻ Y. A എന്ന് പറഞ്ഞ രാജ്യം X എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, Y എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണ്ട. ഈ Y എന്ന് പറയുന്ന പ്രോഡക്റ്റ് A എന്ന് പറഞ്ഞ രാജ്യത്തിന് B എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി. അതുപോലെ B എന്ന് പറയുന്ന രാജ്യം Y എന്ന് പറയുന്ന സാധനം മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി, X പ്രൊഡ്യൂസ് ചെയ്യണ്ട. B എന്ന രാജ്യത്തിന് X എന്ന് പറഞ്ഞ ഉൽപ്പന്നം A എന്ന രാജ്യത്തിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, A എന്ന് പറഞ്ഞ രാജ്യത്തിന് Y എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണ്ട. ആ സമയം കൊണ്ട് X എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അവർക്ക് ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ B എന്ന് പറഞ്ഞ രാജ്യത്തിന് X എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണ്ട. ആ സമയം കൊണ്ട് ഇവർക്ക് ഇരട്ടി യൂണിറ്റ് Y പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഒരു രാജ്യം എന്തിലാണോ സ്പെഷ്യലൈസ് ആയിട്ടുള്ളത് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ആ രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ഷനിൽ
മോർ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. ദേ ക്യാൻ പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് ദയർ സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ഗെയിൻ ഫ്രം ട്രേഡ്. ഓരോ രാജ്യങ്ങളും അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്ന മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുക, കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ മോർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ചീപ്പായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഗെയിൻ നേടാം.